ഫ്രെയിംസിലിനി ധനയാത്ര എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ വിശേഷങ്ങളാണ്. ശ്രീ മൂകാംബിക കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ ഗിരീഷ് കുന്നുമ്മൽ നിർമ്മിക്കുന്ന ചിത്രമാണ് ധനയാത്ര. ശ്വേത മേനോൻ, മൈഥിലി, റിയാസ് ഖാൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും AK ചന്ദ്രനാണ്. ഇർഷാദ്, ഷമി തിലകൻ, ഇടവേള ബാബു, മാമു കോയ, ഇന്ദ്രൻസ്, കോട്ടയം നസീർ, ബിജുക്കുട്ടൻ, സുനിൽ സുഗത, ധർമ്മജൻ, കവിയൂർ പൊന്നമ്മ, സംഗീത രാജേന്ദ്രൻ തുടങ്ങിയവർ മറ്റു വേഷങ്ങൾ ഈ ചിത്രത്തിലെത്തുന്നു. ശ്രീ മൂകാംബിക കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ ഞാൻ തന്നെ നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ധനയാത്ര. ഇതിൽ റിയാസ് ഖാനും ശ്വേത മേനോനുമാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൂടാതെ കവിയൂർ പൊന്നമ്മ, ഇന്ദ്രൻസ്, മാമു കോയ, ഇടവേള ബാബു തുടങ്ങി നിരവധി താരങ്ങളുണ്ട്. ഈ സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ഫാമിലി സബ്ജക്റ്റാണ്. അതോടൊപ്പം രാഷ്ട്രീയ പശ്ചാത്തലവും പിന്നെ കുറേ സംഘർഷഭരിതങ്ങളായ നാടകീയ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തുകയും കൂടെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കഥയിലൂടെ. നമ്മളിപ്പോൾ ധനയാത്ര പടത്തിൻ്റെ ലൊക്കേഷനിലാണ്, തൊടുപുഴയിൽ. ഡയറക്റ്റഡ് ബൈ ഗിരീഷ് ഏട്ടൻ ആൻഡ് റിയാസ് ഖാൻ ഉണ്ട്, ഇവിടെ പൊന്നമ്മ ചേച്ചിയുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്, പിന്നെ മാമുക്കോയ ചേട്ടൻ ഉണ്ടായിരുന്നു ഇന്നലെ. നല്ലൊരു കുടുംബ പശ്ചാത്തലം വെച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ മൂവി. ഇറ്റ്സ് എ വെരി എന്താ പറയുക, ഒരു നോർമൽ നാടൻ പെൺകുട്ടീൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചില ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ് ഈ ഒരു കഥേൻ്റെ ഒരു മെയിൻ ബാക്ക്ഗ്രൗണ്ട്. ഹൗ സിറ്റുവേഷൻ വരുമ്പോൾ ഹൗ ഷീ ഹാൻഡിൽസ് ഇറ്റ് ഇൻ എ ഗുഡ് പോസിറ്റീവ് ഓർ എ നെഗറ്റീവ് വേ, ഹൗ ഷീ ഹാൻഡിൽസ് ഇറ്റ് എന്നാണ്. ബട്ട് ശക്തമായ ഒരു ക്യാരക്ടറാണ്. എന്താ പറയുക, ഒരു എന്താ പറയുക, ഷീസ് എ വെരി വില്ലേജ് ഗേൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ട്. വയലാർ ശരത്ചന്ദ്രവർമ്മ, ജിനേഷ് കുമാർ എന്നിവരുടെ വരികൾക്ക് കാഞ്ഞങ്ങാട് രാമചന്ദ്രനാണ് സംഗീതം പകരുന്നത്. ഈ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അനിൽ നായർ.